ഹലോ മൈ ഡിയർ നീറ്റ് ആസ്പിറൻസ്. ഇതൊരു ആഫ്റ്റർനൂൺ വ്ളോഗാണ്. ഞാൻ നമ്മുടെ GAB 5 വേണ്ടിയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കാൻ നിൽക്കുകയാണ്. എൻ്റെ ബയോളജി ടെക്സ്റ്റിൻ്റെ രൂപം കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എനിക്ക് നടന്ന് വായിക്കാനും ഇരുന്ന് വായിക്കാനും എനിക്ക് കയ്യിൽ ഒതുങ്ങുന്ന തരത്തിൽ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ തിരിച്ച് പറിച്ചിട്ട് പിന്നെ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഈ ചാപ്റ്റർ അറിയുന്നതാണ്, പക്ഷെ എനിക്ക് എവിടേക്കോ നന്നായിട്ട് ഓർമ്മയുണ്ട്, എന്നാൽ എവിടേക്കോ ചെറുതായിട്ട് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇതാണ് സൈലത്തിൻ്റെ DPP നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഡേ 1, ഡേ 2 അങ്ങനെ കുറച്ച് ഡേ അനുസരിച്ചാണ് സബ്ജക്റ്റ് തിരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു 8 ഡേയോളമുണ്ട്. അതിൽ ഒരു ഡേയിൽ ഇത്രയും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോർഷൻസും അതിൽ അത്രയും ക്വസ്റ്റ്യൻസും ഉണ്ടാവും വർക്കൗട്ട് ചെയ്യാൻ. 20 ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും. അത്യാവശ്യം നീറ്റ് ലെവലിൽ, നീറ്റിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലോ അല്ലെങ്കിൽ നീറ്റിൻ്റെ ലെവലിലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. നമുക്കിന്ന് ഓരോ ഡേയിലും ഇത് 8 ഡേൻ്റെതും നമുക്ക് ഇന്നൊരു ദിവസം പഠിച്ച് തീർക്കാനുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി അറിയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ടെക്സ്റ്റൊന്നും വായിച്ചിട്ടില്ല. ഞാൻ ലാസ്റ്റ് നീറ്റിൻ്റെ ടൈമിലാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വായിച്ചിട്ടുള്ളത്. സോ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഒരു റിവിഷൻ പോലെ പെട്ടെന്ന് ടെക്സ്റ്റ് വായിക്കാം, അല്ലെങ്കിൽ നോക്കാം എന്താ വരുന്ന വഴിക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടങ്ങ് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി റഫ് ബുക്ക് എടുത്തപ്പോഴാണ് അതിൽ ഞാനൊരു വരച്ച് വെച്ചൊരു പിക്ചർ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വെറുതെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാമല്ലോ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹൈലൈറ്റർ പെന്ന് മേടിച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടങ്ങ് ചിത്രം വരച്ചിരുന്നതാണ്. ഏതൊരു സന്ദർഭത്തിൽ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ചിന്തകൾ പല വഴിക്കും പോകുന്നൊരു സന്ദർഭം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏതോ ഒരു മൊമെൻറ്റിൽ വരച്ച് വെച്ചതാണത്. അപ്പോൾ ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യട്ടെ. DPPയിൽ തന്നെ സൈഡിൽ ആൻസറും ഉണ്ട്, പക്ഷേ ഞാനത് നോക്കാതെ ജസ്റ്റ് മറച്ച് വെച്ചിട്ടാണ് ചെയ്യണത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നു, അതൊന്ന് നിന്നിട്ട് അതിൻ്റെ ആൻസർക്ക് എഴുതുന്നു. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അവസാനം എന്നിട്ട് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എത്ര നേരം ഈ ഒരു ചാപ്റ്ററിന് സ്പെൻഡ് ചെയ്യണം, ഓർമ്മയിൽ നിൽക്കുന്ന ചാപ്റ്റർ ആണോ അല്ലേ എന്നൊക്കെ മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തത്. കാരണം കുറച്ച് ദിവസമേ ഉള്ളൂ നമ്മുടെ GAB 5. അപ്പം നമുക്ക് അത്യാവശ്യം ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനുണ്ട്. അങ്ങനെ ഫുള്ള് ക്വസ്റ്റ്യൻസും ചെയ്തു. അതിൽ തന്നെ ഞാൻ 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. 1 തൊട്ട് 12 ക്വസ്റ്റ്യൻസ് വരെ അറ്റൻഡ് ചെയ്തു. അതിലാണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് തെറ്റി. സോ മനസ്സിലായി അത്യാവശ്യം ഒന്നുകൂടെ വായിക്കണം, കുറച്ച് അവിടെ ഇവിടെ നന്നായിട്ട് മറന്നിട്ടുണ്ട് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നുകൂടെ ചാപ്റ്റർ വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി വായിച്ചതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ഭാഗം. പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള ഫിഗറും അതുപോലെ തന്നെ ബോക്സുകളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒന്നുപോലും വിട്ടുപോകരുത്. നമ്മൾ ചില ചിത്രങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ച് വരുന്നതായിരിക്കും ചിലപ്പോൾ എക്സാമിന് വരിക. ഞാൻ പറയാം, അപ്പോൾ നമ്മളൊരു റിസ്ക് കൊടുക്കാതെ അരിച്ച് പെറുക്കി വായിക്കണം. ഞാനപ്പോൾ ഒന്നുകൂടെ നല്ല വൃത്തിക്ക് വായിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണിത്. ഞാൻ നമ്മുടെ ബുക്ക് വായിച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി ചെയ്ത് തെറ്റിയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, 12 വരെയുള്ളതിൽ 4 എണ്ണം. ആ 4 എണ്ണം ഒന്നുകൂടെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ആൻസേഴ്സ് ഓൾറെഡി അറിയായിരുന്നു. എങ്കിലും ഞാനത് ചെയ്തു, ഓർമ്മയിൽ നിന്നോട്ടെ ക്വസ്റ്റ്യനും ആ ഒരു ആൻസറിൻ്റെയും കോൺസെപ്റ്റ് എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ നമ്മുടെ 12 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. പക്ഷെ അത് അടിപൊളിയായിട്ട് റെഡിയായി വന്നു, അത് ശരിയായി കിട്ടി. നമ്മൾ ഒന്നുകൂടെ ആ പോർഷന് വായിച്ചിട്ട് ആൻസർ ചെയ്തുകൊണ്ട് ആ പോർഷനിലുള്ള ഭാഗവും മനസ്സിലായി, ആ ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റും കിട്ടി. സോ ഹാപ്പിയായി. പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയെന്ന് വിചാരിച്ചു.
ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് DBPയിലെ ഡേ 1 ക്വസ്റ്റ്യൻസാണ്. അത് സിമ്പിളാണ്, ആകെ കുറച്ച് പോർഷനേ ഉള്ളൂ. ഇൻട്രൊഡക്ഷന്, റീസൺസ് ഫോർ ദ സക്സസ് ഓഫ് മെൻഡലിയൻ എക്സ്പെരിമെൻറ്റ്സ്, ക്യാരക്ടേഴ്സ് സെലക്റ്റഡ് ബൈ മെൻഡൽ, ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീന്, ഇത്ര പോർഷൻസേ ഉള്ളായിരുന്നു. പക്ഷേ അത് തന്നെ നല്ല ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതാണ് കുറച്ച് തെറ്റാൻ കാരണം. പിന്നെ ഞാൻ അടുത്ത ഡേ 2 ഭാഗം വായിച്ചു നോക്കുകയാണ്. എന്നിട്ട് അതിലത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അതിൽ വരുന്നത് പുന്നറ്റ് സ്ക്വയർ, ടെസ്റ്റ് ക്രോസ്, റെസിപ്രോക്കൽ ക്രോസ്, ലോ ഓഫ് ഡൊമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ. ഓരോ ഡേ വായിച്ചു കഴിയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. കുറേ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺഫിഡൻസ് കൂടി. ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബയോളജിയിൽ ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്നതാട്ടോ കാണിച്ചത്. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഏതെങ്കിലും പഠിച്ച ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കും. ക്വസ്റ്റ്യൻസിലൂടെ പുതിയ കോൺസെപ്റ്റ് കൂടുതൽ കിട്ടാൻ ശ്രമിക്കും. അതിനുശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കും. ദെൻ വീണ്ടും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. നമ്മൾ റിവിഷൻ ടൈമിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വ്ളോഗ്. Hope you like the video. Guys, please like, share, subscribe. Thank you.